അമ്മ ആദ്യമായിട്ട് വന്നത് ഇങ്ങനെ വെള്ളം പെട്ടെന്ന് പാടത്തുനിന്ന് കയറി വരുന്ന ആ വെള്ളം കയറി വരുന്നതുകൊണ്ടാണ് ഇത്രയും ഡിഫിക്കൽട്ടി ആയത്. ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്ത റാന്നി ഭാഗത്തെ ഇഷ്യൂസിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് വെള്ളം കയറി ആ പാടങ്ങളിലെല്ലാം കയറി അതിങ്ങനെ ഒഴുക്കായിട്ട് വരിക. അപ്പോൾ സാധാരണക്കാരായ ഒരു മിഡിൽ മാൻ ഇതൊന്നും താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ. ബിക്കോസ് പ്രീവിയസ് എപ്പിസോഡ് ഓഫ് 2018 വളരെ കഷ്ടമായിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ പിന്നെ അതിലേക്ക് പോകുന്നു എന്നുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു സംഘർഷം ഈ ക്യാമ്പിലുള്ള എല്ലാ ലേഡീസിനും ഉണ്ട്. 18 വീട്ടിൽ വെള്ളം കയറി ഫുൾ എല്ലാം പോയി. ഇങ്ങനെയുള്ള ഈ ദുരന്ത ബാധിതർക്ക് ആദ്യം സപ്പോർട്ട് ഇടണം. ഇങ്ങനെയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ്. കാരണം വീടും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒന്നും ഇല്ലാണ്ട് വന്നിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, നമ്മളെ കയ്യിലില്ലാണ്ട് ആകെ തളർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കൊന്നും ഇല്ലാന്ന് ആലോചിക്കുമ്പോൾ അങ്ങനത്തെ ടൈമിൽ ഇങ്ങനെയുള്ള ഈ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഓരോ അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അതേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇവിടെ മുഖ്യമന്ത്രി ചോറ് തിന്നാൻ പോയിന്നോ ചോറ് തിന്നണ്ടാന്നോ പട്ടിണി കിടക്കണമെന്നൊന്നും ആരും പറഞ്ഞില്ല. കൈ ചേർത്ത് പിടിച്ചിട്ട് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാനുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ. ആ മുഖ്യമന്ത്രി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇല്ലാണ്ട് പെട്ടെന്ന് കാണാതാവുമ്പോഴുള്ള ഒരു വിഷമംകാരനാണ് ഇതൊക്കെ പറയണത്. അല്ലാണ്ട് കോൺഗ്രസ്സുകാരോടോ അല്ലാന്നുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും ശരി അവരോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും പറഞ്ഞല്ലേ. ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓരോ കൈ ചേർത്ത് പിടിച്ചിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയാനുള്ള ധൈര്യം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതുണ്ടാക്കി കൊടുക്കേണ്ടത് ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞു പോകണമാണ്. അല്ലാണ്ട് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞായിരിക്കും ചോറ് നിന്നതാണോ പ്രശ്നം എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ പ്രശ്നമായിട്ട് ആരും പറഞ്ഞില്ല. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ നിൽക്കണം എന്ന് മാത്രമേ എല്ലാവരും ആഗ്രഹിക്കണുള്ളൂ, അതേ എല്ലാവരും പറയണുള്ളൂ.